ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങളിലെ പേജ് നമ്പർ 178 ക്വസ്റ്റ്യൻസ് 2ഉം 3യുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തുല്യമായ 3 സാമാന്തരികങ്ങളും ഒരു സമഭുജ ത്രികോണവും ചേർന്ന ചിത്രം വരയ്ക്കാം. ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, ഞാനിവിടെ റഫായിട്ട് വരച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ നേരത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ റോംബസ് അഥവാ സമഭുജ സാമാന്തരികമായിരുന്നു വരയ്ക്കേണ്ടത്. ഇവിടെ സാമാന്തരികമാണ് അഥവാ പാരലോഗ്രാമാണ് വരയ്ക്കേണ്ടത്. 3 പാരലോഗ്രാംസ് ആണ് ബ്ലൂ കളറിലും റെഡ് കളറിലും ഗ്രീൻ കളറിലും കിടക്കുന്നത്. നടുക്കത്തത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറയുമ്പം എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു സമഭുജ ത്രികോണത്തിന് നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാമല്ലോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2ൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനും കൂടെ 4 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 4 × 2 6 സെൻറ്റിമീറ്റർ ആണ് എന്ത്, ഈ വലിയ വശം, ഈ സാമാന്തരികത്തിൻ്റെ വലിയ വശം. ഇനി സാമാന്തരികത്തിൻ്റെ ചെറിയ വശം, അപ്പോൾ ഈ എല്ലാ സാമാന്തരികങ്ങളും തുല്യമാണല്ലോ. അപ്പോൾ ഈ സാമാന്തരികത്തിൻ്റെ വലിയ വശം എന്ന് പറയുന്നതും 6ആണ്. അതായത് ഇവിടെ 2ഉം ഇവിടെ 4ഉം. അപ്പോൾ ഈ നീല കളറിലെ സാമാന്തരികത്തിൻ്റെ ചെറിയ വശം എന്ന് പറയുന്ന 4ഉം വലിയ വശം എന്ന് പറയുന്ന 6ഉമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പച്ചയും ചുവപ്പും വരയ്ക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് അളവെടുത്ത് വരയ്ക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സമഭുജ ത്രികോണമാണ് വരയ്ക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സമഭുജ ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ആദ്യം 2 സെൻറ്റിമീറ്റർ വരച്ചു. ഇതാണ് ഈ സമഭുജ ത്രികോണത്തിൻ്റെ നീളം. പിന്നെ ഇത് ഞാൻ ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ. ഇനി സമഭുജ ത്രികോണം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 2 സെൻറ്റിമീറ്ററിനെ കോമ്പസിലെടുത്ത് അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി എടുത്തും വരയ്ക്കാം. 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മുകളിൽ 2 ആർക്ക് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് 3 വശങ്ങളും 2 സെൻറ്റിമീറ്റർ വെച്ച് കിട്ടും. കണ്ടല്ലോ, ഈ വശവും 2 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 6 സെൻറ്റിമീറ്റർ ആക്കാം. കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ വശം വരയ്ക്കാം. അവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് മുകളിലോട്ടുള്ളത് 4ഉം കൂടെ വരച്ചേക്കാം. കണ്ടല്ലോ. അപ്പോൾ ഈ സാമാന്തരികത്തിൻ്റെ വലിയ വശങ്ങൾ 3 ഓരോന്ന് വീതം നമ്മൾ വരച്ചു. ഇനി ചെറിയ വശങ്ങൾ, സാമാന്തരികത്തിൻ്റെ ചെറിയ വശങ്ങളും കിട്ടിയല്ലോ. ഇത് ഈ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഈ വശം വരയ്ക്കാം, ആർക്ക് വരയ്ക്കാം. അതേപോലെ 4 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്ത് ഇത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ, അതിങ്ങോട്ട് വരയ്ക്കാം. ഇനി ഇത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ, അപ്പോൾ അത് വരയ്ക്കാം. കണ്ടോ? ഇനി 6 സെൻറ്റിമീറ്റർ ആണല്ലോ ഈ നീളം, അതും കൂടെ കിട്ടിയാലല്ലേ ഉള്ളൂ നമുക്ക് സാമാന്തരികം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു, അതിവിടെ നിന്ന് വരയ്ക്കുക. അപ്പോൾ ഈ സാമാന്തരികം പൂർത്തിയാക്കാം. അതേപോലെ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഈ സാമാന്തരികം പൂർത്തിയാക്കാം. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഈ സാമാന്തരികവും പൂർത്തിയാക്കാം. ഇനി അങ്ങ് ജോയിൻ ചെയ്ത് വരച്ചാൽ മതിയല്ലോ. നീല കളർ സാമാന്തരികം പൂർത്തിയായി. ചുവന്ന കളർ സാമാന്തരികവും പൂർത്തിയായി. ഇനി പച്ചയും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഗ്രീൻ കളറ് പാരലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഫിഗറും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. അതായത്
അതായത് തുല്യമായ 4 സാമാന്തരികങ്ങളും 4 മട്ടത്രികോണങ്ങളും ചേർന്ന് ഈ ചിത്രം വരയ്ക്കണം. അതായത് 4 പാരലോഗ്രംസും 4 ട്രയാങ്കിൾസും. റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ 4 റൈറ്റ് ട്രയാങ്കിൾസും ഈക്വൽ ആണ്, 4 പാരലോഗ്രംസും ഈക്വൽ ആണ്. ആ രീതിയിൽ വരയ്ക്കണം. അപ്പം നമ്മളിവിടെ ഫിഗറിൽ നോക്കിയാൽ ഈ ഓരോ സൈഡും, അതായത് ഇതൊരു സ്ക്വയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓരോ സൈഡിനെയും 3, അതായത് ഈ 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡിനെ 3 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും 2 സെൻറ്റിമീറ്റർ വെച്ചെടുത്തു കഴിഞ്ഞാൽ, അതായത് ഓരോ പാർട്ടും 2 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 6 സെൻറ്റിമീറ്റേഴ്സ് വരും. അപ്പോൾ 6 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു സ്ക്വയർ ആദ്യം വരയ്ക്കാം. പിന്നെ അതിൻ്റെ മിഡിലിലൂടെ ഒരു ലൈൻ വരച്ച് അതിനെയും 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈക്വലായിട്ട് പാരലോഗ്രാം കിട്ടത്തുള്ളൂ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈക്വൽ പാരലോഗ്രാംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ മിഡിലിലൂടെ മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ വരയ്ക്കാം. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് 3 സെൻറ്റിമീറ്റർ കൂടെ അത് കട്ട് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 2 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കുക, 3 ഈക്വൽ പാർട്സ് ആണ്. ഇവിടെയും 3 ഈക്വൽ പാർട്സ്, ഇവിടെയും 3 ഈക്വൽ പാർട്സ്. ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ 3 വരയിലും, അതായത് 1, 2, 3, ഈ 3 വരയും 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി മുകളിലത്തെ ഇവിടെ നിന്ന് താഴോട്ടാണ്. കണ്ടോ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി അടുത്ത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് പാരലോഗ്രാം കിട്ടി, ഒരു റൈറ്റ് ട്രയാങ്കിളും കിട്ടി. കണ്ടോ, ഈ സൈഡ് കംപ്ലീറ്റ് ആക്കി. ഇനി ഇപ്പുറത്തേക്ക് മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയല്ലോ. 2 ക്വസ്റ്റ്യന് മനസ്സിലായല്ലോ, വരച്ച് പഠിക്കുക.